is due to strain. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ്. അപ്പൊ എന്തൊക്കെ ടൈപ്പ് സ്ട്രെസ്സുകളാണ് ഉള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞു ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും ഒക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ് ഉണ്ട്, ടോർഷണൽ സ്ട്രെസ് ഉണ്ട്, ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് ഉണ്ട്, തെർമൽ സ്ട്രെസ്സസ് ഉണ്ട്. ഇത്രയുമാണ് നമ്മുടെ ടൈപ്സ് ഓഫ് സ്ട്രെസ്സസിൽ വരുന്നത്. ടെൻസൈൽ സ്ട്രെസ്, കംപ്രസീവ് സ്ട്രെസ്, ഷിയർ സ്ട്രെസ്, ടോർഷണൽ സ്ട്രെസ്, ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് ആൻഡ് തെർമൽ സ്ട്രെസ്സസ്. ഇനി നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ടെൻസൈൽ സ്ട്രെസ്. ഇപ്പോൾ ടെൻസൈൽ സ്ട്രെസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ദിസ് ടൈപ്പ് ഓഫ് സ്ട്രെസ് occurs when a material is pulled or stretched along its length. It leads the elongation of the material. ഇപ്പോൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു മെറ്റീരിയൽ ഇത്തരത്തിൽ ഇങ്ങനെ പുള്ള് ചെയ്യുന്നു. അപ്പൊ മെറ്റീരിയൽ എന്ത് സംഭവിക്കുന്നു? ഇലോങ്കേഷൻ സംഭവിക്കുന്നു. along its length, stretched along its length, it leads to elongation of the material. അപ്പൊ ഇതാണ് ടെൻസൈൽ സ്ട്രെസ്. ഓക്കെ. അടുത്തായിട്ട് കംപ്രസീവ് സ്ട്രെസ്. കംപ്രസീവ് സ്ട്രെസ് ഹാപ്പൻസ് when a material is squeezed or compressed, causing it to shorten length. ഇപ്പൊ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മെറ്റീരിയൽ ഇപ്പം സ്ക്വീസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ആ മെറ്റീരിയൽ എന്ത് ചെയ്യും? ഷോർട്ട് ചെയ്യും. സ്ക്വീസൺ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അത് ഷോർട്ടൺ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കംപ്രസീവ് സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ടെൻസൈൽ സ്ട്രെസ് എന്ന് വെച്ചാൽ നമ്മൾ മെറ്റീരിയൽ ഇലോങ്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്റേണലി ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് അപ്പോൾ എന്താണ്? ഇന്റേണലി ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ സ്ട്രെസ് എന്താണ്? ടെൻസൈൽ സ്ട്രെസ് ആണ്. കാരണം ബോഡിനെ നമ്മൾ ഇലോങ്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കംപ്രസീവ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when a material is squeezed or compressed, causing it to shorten in length. അടുത്തതാണ് ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് occurs when two forces act parallel to each other but in opposite direction, causing the material to deform by sliding along a plane. അതായത് ഇതൊരു ബോഡി ആണെങ്കിൽ രണ്ട് ഫോഴ്സസ് ഇങ്ങനെ പാരലലി ആക്ട് ചെയ്യുന്നു. ബട്ട് എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ ഇത് ഇങ്ങോട്ടേക്കാണ് ഡയറക്ഷൻ എങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്, പാരലൽ ആയിട്ട് വരുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോ ഒരു ഷിയറിംഗ് പ്ലെയിനിൽ നമ്മളിങ്ങനെ ഒരു പഴം കട്ട് ചെയ്യുന്നു, ഒരു ബനാന നമ്മളിങ്ങനെ കട്ട് ചെയ്യാണ്. അപ്പൊ ഈ ഒരു ബോഡി എന്ന് പറയുന്നതാണ് നമ്മുടെ ബനാന. അപ്പോൾ നമ്മൾ ആ ഒരു ഷിയറിംഗ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ ടു ഫോഴ്സസ് ആക്ട് പാരലൽ ടു ഈച്ച് അതർ ആണ്, ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ അതിന്റെ എന്താണ്? അപ്പൊ സ്ലൈഡിങ്ങിലാണ് ആ ഒരു മെറ്റീരിയൽ ഡിഫോം ചെയ്യുന്നത്. ആ ഒരു മെറ്റീരിയൽ നമ്മൾ ഡിഫോം ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ പഴം കട്ട് ചെയ്യുന്ന നോക്കൂ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വെർട്ടിക്കലി ഇങ്ങനെ പഴം കട്ട് ചെയ്യുന്നത്. അപ്പൊ താഴോട്ടേക്ക് വരുന്നു, മുകളിലോട്ടേക്ക് വരുന്നു, താഴോട്ടേക്ക് വരുന്നു, മുകളിലോട്ടേക്ക് വരുന്നു. അല്ല, അങ്ങനെയാണ് ആ കട്ടിങ്ങിന്റെ ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ എന്താണ്? ടു ഫോഴ്സസ് ആക്ട് പാരലൽ ടു ഈച്ച് അതർ ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ ആ ഒരു സ്ലൈഡിങ്ങിലാണ് അവിടെ ഡിഫോർമേഷൻ സംഭവിക്കുന്നത്. അപ്പൊ അതിന് കാരണക്കാരനായ സ്ട്രെസ് ആണ് ഷിയർ സ്ട്രെസ്. നെക്സ്റ്റ് വൺ ആണ് ടോർഷണൽ സ്ട്രെസ്. Torsional stress is a twisting force applied to a material resulting in its deformation along a circular path. അപ്പോൾ ട്വിസ്റ്റിംഗ്, ഇപ്പൊ നമ്മളൊരു ബോഡി ട്വിസ്റ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെ എന്താണ്? സർക്കുലർ പാത്തിലാണ് അവിടെ ഒരു ഡിഫോർമേഷൻ സംഭവിക്കുക, ട്വിസ്റ്റിംഗ് വരും. അപ്പൊ അതിന് കാരണക്കാരായ സ്ട്രെസ് ആണ് ടോർഷണൽ സ്ട്രെസ്. പിന്നെ ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് ആണ്. അപ്പൊ നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ടാവും, ഒരു സബ്മേഴ്സ്ഡ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ when the material is submerged in a fluid at its rest. അപ്പൊ എന്താണ്? ഹൈഡ്രോസ്റ്റാറ്റിക് ലോ എന്താണ് പറയുന്നത്? സ്ട്രെസ് ഈസ് സെയിം ഓർ യൂണിഫോം ഇൻ ഓൾ ഡയറക്ഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഫ്ലൂയിഡ് മെക്കാനിക്സിൽ Px = Py = Pz. ഇതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ്. ദിസ് ടൈപ്പ് ഓഫ് സ്ട്രെസ് ഇൻ യൂണിഫോം ഇൻ ഓൾ ഡയറക്ഷൻ. ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡയറക്ഷനിലും സ്ട്രെസ് യൂണിഫോം ആയിരിക്കും. അത് സബ്മേഴ്സ്ഡ് when the material submerged in a fluid at rest condition, ആ ഒരു സമയത്ത് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ്. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. അടുത്താണ് തെർമൽ സ്ട്രെസ്സസ്. അപ്പൊ തെർമൽ സ്ട്രെസ്സസ് പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ടെമ്പറേച്ചറിൽ ഡിഫറൻസ് വരികയാണെങ്കിൽ വിത്തിൻ എ മെറ്റീരിയൽ, ഒരു മെറ്റീരിയലിന്റെ ഉള്ളിൽ തന്നെ ടെമ്പറേച്ചറിൽ ഡിഫറൻസ് വരികയാണെങ്കിൽ ഒരു സൈഡിലുള്ള ടെമ്പറേച്ചർ ആയിരിക്കില്ല മറ്റൊരു ഭാഗത്ത് ഉണ്ടാവുന്നത്. അപ്പൊ ഇത്തരത്തിൽ ടെമ്പറേച്ചറിൽ ഡിഫറൻസ് വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യും, കുറയാണെങ്കിൽ കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ അവിടെ എന്താണ്? ഡെവലപ്പ് ഇന്റേണൽ സ്ട്രെസ് അല്ലെ, ഈ ഒരു ഡിഫോർമേഷൻ കാരണം ഇന്റേണൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. അതിനെയാണ് നമ്മൾ തെർമൽ സ്ട്രെസ് എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ വിത്തിൻ എ മെറ്റീരിയൽ.
ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രെസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസിറ്റീവ്, ഇതിലെ പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാല്യൂ. ഈ പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു സ്ട്രെസ് പോസിറ്റീവ് ആവുന്നപ്പോഴാണ് വെൻ ഇറ്റ് ഈസ് കംപ്രഷൻ ഉണ്ടാവുന്ന സമയത്താണ് സ്ട്രെസ് പോസിറ്റീവ് ആവുന്നത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ സ്ട്രെസ് എപ്പോഴാണ് നെഗറ്റീവ് ആവുന്നത്, വെൻ ഇറ്റ് ഈസ് ഇൻ ടെൻഷനിൽ സ്ട്രെച്ചിങ്ങിലായിരിക്കുമ്പോഴാണ് സ്ട്രെസ് നെഗറ്റീവ് ആവുന്നത്. അത് സ്ട്രെസ്സിന്റെ സൈൻ ആണ് പറയുന്നത്. സ്ട്രെസ്സിന്റെ സൈൻ ആണ് നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്നത്. പക്ഷെ സ്ട്രെസ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെൻ ദ ബോഡി ഈസ് അണ്ടർ ടെൻഷൻ, സ്ട്രെച്ചിങ്ങിൽ വരുന്ന സമയത്താണ്. പക്ഷെ ഇന്റേണലി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ സൈൻ കൺവെൻഷൻ ആണ് നെഗറ്റീവ്. അതുപോലെ തന്നെ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ ബോഡി ഈസ് അണ്ടർഗോൺ കംപ്രഷൻ, പക്ഷെ ഇന്റേണലി ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിന്റെ സൈൻ കൺവെൻഷൻ ആണ് പോസിറ്റീവ്. അപ്പോൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി സ്ട്രെച്ചിങ്ങിൽ തന്നെയാണ്, പക്ഷെ ഇന്റേണലി ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് ആണ് നെഗറ്റീവ്. ഇപ്പൊ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഈസ് അണ്ടർ കംപ്രഷൻ, ഇന്റേണലി ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് ആണ് പോസിറ്റീവ്. ഓക്കെ, ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെൻ ദ ബോഡി ഈസ് സ്ട്രെച്ചിങ്. കംപ്രസീവ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ ബോഡി ഈസ് കംപ്രസിങ് അല്ലെങ്കിൽ സ്ക്വീസിങ്. അതാണ് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ഇപ്പൊ ടൈപ്സ് ഓഫ് സ്ട്രെസ് നമ്മൾ പഠിച്ചു. അടുത്തതാണ് ടൈപ്സ് ഓഫ് സ്ട്രെയിൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞു സ്ട്രെസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സ്റ്റേണലി അപ്ലൈഡ് ഫോഴ്സ് വരുന്ന സമയത്ത് ആ ബോഡിയിൽ എന്ത് സംഭവിക്കും, ഡീഫോർമേഷൻ സംഭവിക്കും അല്ലെ. വെൻ ഇറ്റ് കംസ് ടു സ്ട്രെസ്സിങ് എ പേഴ്സൺസ് ബോഡി ദർ ആർ ടു മെയിൻ വേസ് ഡിപ്പെൻഡിങ് ഓൺ ദ എമൗണ്ട് ഓഫ് സ്ട്രെസ് അപ്ലൈഡ്. ടെൻസൈൽ സ്ട്രെയിൻ ഉണ്ട്, കംപ്രസീവ് സ്ട്രെയിനും ഉണ്ട്. അതാണ് മെയിൻലി രണ്ട് സ്ട്രെയിനുകൾ. ഒന്ന് ടെൻസൈൽ സ്ട്രെയിൻ, കംപ്രസീവ് സ്ട്രെയിൻ. ദിസ് ഹാപ്പൻസ് വെൻ ദ ബോഡി സ്ട്രെച്ച്ഡ് ഓർ പുൾഡ് ലീഡിങ് ടു എ ചേഞ്ച് ഇൻ ലെങ്ത് ഓർ ഏരിയ. വെൻ ദ ബോഡി സ്ട്രെച്ച്ഡ് ഓർ പുൾഡ്, അപ്പൊ എന്താണ്, ഇപ്പൊ ഇങ്ങനെയാണ് ഒരു ബോഡി ഉള്ളത്. ഇപ്പൊ സ്ട്രെച്ച് അല്ലെങ്കിൽ നമ്മൾ പുൾ ചെയ്ത സമയത്ത് ബോഡിയുടെ എന്താണ് ഡീഫോർമേഷൻ സംഭവിച്ചത്, അതിന്റെ ലെങ്ത് കൂടി. ഇപ്പോൾ ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അതുപോലെ തന്നെ കംപ്രസീവ് സ്ട്രെയിൻ ഓൺ ദ അതർ ഹാൻഡ് ഇറ്റ് ദിസ് ഒക്കേഴ്സ് വെൻ ദ ബോഡി സ്ക്വീസ്ഡ്. ഇങ്ങനെയുള്ള ബോഡിയിൽ നമ്മൾ കംപ്രഷൻ കൊടുത്തിട്ട് ആ ബോഡി എന്താ നമ്മൾ സ്ക്വീസ് ചെയ്തു. സ്ക്വീസ് ചെയ്യുമ്പോൾ ഒറിജിനൽ ഷേപ്പ് ഇപ്പൊ ഇങ്ങനെ വന്നു അല്ലെ. അപ്പൊ ഇവിടുത്തെ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഒറിജിനൽ ലെങ്ത് ആണ് L, ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ L. ഓക്കെ, then the body is squeezed or compressed causing a change in its length or area in the opposite direction. Understanding these two types of strain is essential in comprehending how external force affect body shape and size. മെയിൻലി നിങ്ങൾ പഠിച്ചു നോക്കേണ്ട രണ്ട് സ്ട്രെയിൻ ആണ്, ടെൻസൈൽ സ്ട്രെയിനും കംപ്രസീവ് സ്ട്രെയിനും. അപ്പൊ ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും പറഞ്ഞ പോലെ തന്നെയാണ് ടെൻസൈൽ സ്ട്രെയിനും കംപ്രസീവ് സ്ട്രെയിനും വരുന്നത്. അപ്പൊ ടെൻസൈൽ സ്ട്രെസ് എന്താണ്, വെൻ ദ ബോഡി ഈസ് സ്ട്രെച്ചിങ്. കംപ്രസീവ് സ്ട്രെസ് വെൻ ദ ബോഡി ഈസ് സ്ക്വീസിങ്. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്യുന്ന സ്ട്രെയിൻ ആണ് ടെൻസൈൽ സ്ട്രെയിനും കംപ്രസീവ് സ്ട്രെയിനും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ഈ സ്ട്രെസ്സും സ്ട്രെയിനും നമ്മളിപ്പം ഡിഫൈൻ ചെയ്ത് എന്തൊക്കെയാണ് അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഈ സ്ട്രെസ്സിനെയും സ്ട്രെയിനിനെയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ലോ ആണ് ഹൂക്സ് ലോ. Hooke's law is a fundamental principle in physics and material science that describes the relationship between stress and strain in elastic material. ഇലാസ്റ്റിക് മെറ്റീരിയലിലുള്ള, അത് ഇമ്പോർട്ടന്റ് ആണ്, ആ ഒരു ടേം ഇമ്പോർട്ടന്റ് ആണ്. ഇലാസ്റ്റിക് മെറ്റീരിയലിലുള്ള സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് പറയുന്ന ലോ ആണ് ഹൂക്സ് ലോ. അപ്പോൾ ഈ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻ അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് വരെ പറയുന്ന ലോ ആണ് ഹൂക്സ് ലോ. It states that within the elastic limit of a material, within the elastic limit of a material എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡി അതിന്റെ ഒറിജിനൽ ഷേപ്പിൽ തന്നെ റീഗെയിൻ ചെയ്യും when the external force is removed. ആ ഒരു കൺസെപ്റ്റിലാണ് പറയുന്നത്. അല്ലെങ്കിൽ deformation is very small. The amount of strain experienced by the material is directly proportional to amount of stress applied to it. അതായത് സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. കണ്ടീഷൻ എന്താണ്, വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. അത്ര മാത്രമേ ഉള്ളൂ ഹൂക്സ് ലോ. അത് മാത്രം പഠിച്ചാൽ മതി. വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. അതാണ് ഹൂക്സ് ലോ.
സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. അതാണ് ഹൂക്സ് ലോ പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അപ്പൊ സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് എഴുതാലോ നമുക്ക്. That is sigma directly proportional to epsilon, sigma by epsilon equal to a constant. ഈ കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, സ്ട്രെസ് ബൈ സ്ട്രെയിൻ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. ആ വാല്യൂവിനെയാണ് നമ്മൾ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അത്തരത്തിൽ നമുക്ക് മെയിൻലി മൂന്ന് മോഡുലസ് ആണുള്ളത്. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്. യങ്സ് മോഡുലസ് y അല്ലെങ്കിൽ E വെച്ചിട്ട് നമ്മൾ പറയാറുണ്ട്. ബൾക്ക് മോഡുലസ് k ആണ്. റിജിഡിറ്റി മോഡുലസ് നമ്മൾ n വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം യങ്സ് മോഡുലസ് എന്താന്ന് നോക്കാം. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻ ആണ് യങ്സ് മോഡുലസ്. ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു E എന്ന് പറഞ്ഞു. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞു. ഈ സ്ട്രെസ്സും സ്ട്രെയിനും ഉദ്ദേശിക്കുന്ന അവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ സ്ട്രെസ്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്ട്രെയിനിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വോളിയോമെട്രിക് സ്ട്രെയിൻ ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഉണ്ട്, വോളിയോമെട്രിക് സ്ട്രെയിൻ ഉണ്ട്, ഷിയറിംഗ് സ്ട്രെയിൻ ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണെങ്കിൽ അല്ലെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഫോർ വയേഴ്സ്, റോഡ്, ബാർസിൽ ദാറ്റ് ഇസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് F/A. കണ്ടോ, ഇത്തരത്തിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ലെങ്ത് വൈസ് ആയിട്ടാണ് സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് ദ സ്ട്രെസ്. കണ്ടോ, that produces a change in length per unit length in such cases. അപ്പം ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് F/A കാരണം ലെങ്ത്തിലാണ് ചേഞ്ച് വരുന്നത്. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഡെൽറ്റ L ബൈ എയിൽ. അത്തരത്തിൽ അതിന്റെ റേഷ്യോ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് ഈക്വൽ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലെങ്ത് വൈസിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് യങ്സ് മോഡുലസ്. y ഈക്വൽ ടു E ഈക്വൽ ടു F/A ബൈ ഡെൽറ്റ L ബൈ എൽ. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് യങ്സ് മോഡുലസ്. E ഓർ y ഈക്വൽ ടു FL ഡിവൈഡഡ് ബൈ A ഇൻറ്റു ഡെൽറ്റ L. F/A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആണ്, ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ഡെൽറ്റ L ബൈ L. അപ്പോൾ അത് മുകളിലോട്ട് പോകുമ്പോൾ L ബൈ ഡെൽറ്റ L കിട്ടും. അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ തമ്മിലുള്ള റിലേഷൻ